ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ മലയാളം മീഡിയത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഇവിടെ തുടങ്ങുന്നത്. നാഡീകോശത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. നാഡീകോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. നാഡീകോശത്തിലൂടെ, അതായത് ഒരു ന്യൂറോണിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണത്. നാഡീയ ആവേഗങ്ങൾ എന്നാൽ എന്തെന്ന്, അതായത് ഒരു ന്യൂറോണിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ നാഡീയ ആവേഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ എപ്രകാരമാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത്, അതായത് ഒരു മെസ്സേജ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.14 വിശകലനം ചെയ്ത് തുടർന്ന് നടക്കുന്ന പ്രക്രിയകൾ ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തി കുട്ടിയുടെ സംശയത്തിന് വിശദീകരണം നൽകും. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നാഡീകോശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളും വൈദ്യുത ചാർജുള്ളവയാണ്. നമ്മുടെ എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്? ഒരു വൈദ്യുത ചാർജ് ഉണ്ട്. അവയുടെ കോശസ്തരത്തിൻ്റെ ഉൾഭാഗം പുറം പുറത്തേക്കാൾ നെഗറ്റീവായിരിക്കും. അതായത് എപ്പോഴും ഉൾഭാഗത്ത് എന്താണ്? ഒരു നെഗറ്റീവ് ചാർജാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഉദ്ദീപിക്കപ്പെടുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ചൂടോ തണുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദീപനങ്ങൾ ഏൽക്കുമ്പോൾ കോശസ്തരത്തിന് പുറത്തുനിന്ന് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഇവിടുന്ന് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശസ്തരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇത് താൽക്കാലികമായി ആ ഭാഗത്ത് ചാർജ് വ്യത്യാസം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ചൂട് എന്നുള്ള, ഇപ്പോൾ ഒരു മെഴുകുതിരി കൊണ്ട് കത്തിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുകൾ എന്താവും? കോശസ്തരത്തിനകത്തേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം എന്തുണ്ടാവും? ചാർജിൽ വ്യത്യാസം ഉണ്ടാവും. ഭാഗത്തൊക്കെ പുറത്ത് പോസിറ്റീവായിരിക്കും, അകത്ത് നെഗറ്റീവും ആയിരിക്കും. ഈ കൊടുക്കുന്ന ഭാഗത്ത് മാത്രം പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവുമായിട്ട് കാണപ്പെടുന്നു. ഇവിടെ എന്താണ്? നമുക്കത് ഫിൽ ചെയ്യാം. ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. അതാണ് ഈ അവസ്ഥ. നമുക്കിവിടെ എന്താണ് സംഭവിച്ചത്? ഉദ്ദീപിക്കപ്പെടുന്ന സ്ഥലത്ത് പുറത്ത്, നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ഉദ്ദീപിക്കപ്പെടുന്ന സ്ഥലത്ത് പുറത്ത് നിന്ന് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഞാനിവിടെ എഴുതിയ സെൻറ്റൻസ് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ കോപ്പി ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഉദ്ദീപനം എന്താവുന്നു? കൈമാറുന്നു. അതോടൊപ്പം ചാർജ് വ്യതിയാനവും സംഭവിക്കുന്നു. എന്താണ് ഇവിടെ ഉള്ളത്? എന്തായി? ഇങ്ങോട്ടേക്ക് മാറി ഇങ്ങനെയായി വന്നു. ആ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താവും? മനസ്സിലാവും. ഒരു ന്യൂറോണിലൂടെ ആവേഗങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കപ്പെടുമല്ലോ. കാരണം എന്താണ്? നമ്മുടെ കൈയിൻ്റെ വിരൽത്തുമ്പിൽ വരുന്ന ചൂട് എന്നുള്ള, നമ്മളൊരു മെഴുകുതിരി കത്തിച്ച ചൂട് വരെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് എവിടെ വരെ എത്തും? നമ്മുടെ തലച്ചോറിലെത്തി തിരിച്ചും അവിടെ എത്തുന്നുണ്ട്. ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. അതായത് ഇതൊരു ന്യൂറോണാണ്. ഇവിടെ വെച്ചാണ് എന്താണ്? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നമ്മുടെ ആവേഗം, മെസ്സേജ് കൈമാറ്റപ്പെടുന്നത്. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്നാണ് ഇതിനെ പറയുക. സിനാപ്സ്.
ചുവടെ നൽകിയിട്ടുള്ള ചിത്രീകരണം 2.15 വിവരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ന്യൂറോണുകൾ ചേർന്നുണ്ടാകുന്ന സിനാപ്സിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതൊക്കെ ഒന്ന് മായ്ച്ച് കളയട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ന്യൂറോൺ ഉണ്ട്, മറ്റൊരു ന്യൂറോൺ ഉണ്ട്. ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എല്ലാം ഉണ്ടല്ലോ. ഇവിടെ മറ്റൊരു ന്യൂറോൺ ഉണ്ട്, ആ ന്യൂറോണിൻ്റെ ഡെൻഡ്രോണും ഉണ്ട്. അപ്പോൾ ഈ സിനാപ്സ് എന്നുള്ള സ്ഥലത്ത് എന്തൊക്കെയാണ് ഘടകങ്ങളായിട്ട് വരുന്നത്? ഒന്ന് എന്തായിരിക്കും? ആക്സോണൈറ്റ്, രണ്ട് സിനാപ്റ്റിക് നോബ്. ഇത് രണ്ടും ഒരു ന്യൂറോണിൻ്റെ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊന്നുകൂടെ ഇവിടെ എന്താക്കുന്നുണ്ട്, വലുതാക്കി ചിത്രം വരച്ചിട്ടുണ്ട്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. എക്സാമ്പിൾ എന്തായിരുന്നു? അസറ്റൈൽ കൊളീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിറഞ്ഞ വെസിക്കിളുകൾ ഉള്ള ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം, അതിങ്ങനെ ബൾബ്, സിനാപ്റ്റിക് നോബ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ടാവും, അത് തന്നെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് ഒരു ന്യൂറോൺ അവസാനിക്കുന്നത്. അതിന് സിനാപ്റ്റിക് സ്തരം എന്ന് പറയും. ഇവിടെ എന്തുണ്ടാവും? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും? പുറന്തള്ളിയിട്ടുണ്ടാവും. ഇനി പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗം. അതായത് ഒന്നാമത്തെ ന്യൂറോണിലാണ് സിനാപ്റ്റിക് സ്തരം ഉണ്ടാവുക, രണ്ടാമത്തെ ന്യൂറോണിലാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം ഉണ്ടാവുക. പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം കാണപ്പെടുന്നത് എവിടെയാണ്? ഡെൻഡ്രൈറ്റിലാണ്. എന്നാൽ പ്രീ സിനാപ്റ്റിക് സ്തരം കാണപ്പെടുന്നത് എവിടെയാണ്? ആക്സോണൈറ്റിലാണ്. ആക്സോണൈറ്റിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിനാപ്റ്റിക് നോബിലാണ്. സിനാപ്റ്റിക് വെസിക്കിളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുക. സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവും സിനാപ്സ് എന്നും അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഈ ഡെൻഡ്രൈറ്റിൽ ഒരു റിസപ്റ്റർ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള അസറ്റൈൽ കൊളീൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നതൊക്കെ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ഈ റിസപ്റ്ററുകളായിരിക്കും. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരത്തിലെ റിസപ്റ്ററുമായി ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദീപിക്കുന്നു. അപ്പോൾ സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സിനാപ്സുകളുടെ ഫങ്ഷൻ, ധർമ്മമാണ് പറയുന്നത്. സിനാപ്സ് ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുന്നു, രണ്ട് ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഒരു റൂട്ട് പറയുന്നുണ്ട്. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഒരു മെസ്സേജ് എന്താണ്? ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു മെസ്സേജ് ഇങ്ങനെ എത്തുന്നു. ആ മെസ്സേജ് എന്ത് ചെയ്യും? ഈ സിനാപ്റ്റിക് നോബിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഉദ്ദീപിക്കും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്സ് എന്നുള്ള വിടവിലേക്ക് എത്തുന്നു. ഈ വിടവിൽ നിന്ന് അത് ഡെൻഡ്രൈറ്റിൻ്റെ റിസപ്റ്ററിൽ എത്തുന്നു. ആ റിസപ്റ്റർ അത് എന്ത് ചെയ്യും? സ്വീകരിച്ച് ഡെൻഡ്രൈറ്റിലേക്ക് കൊടുക്കുന്നു. ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിലേക്ക് കൊടുക്കുന്നു. ഡെൻഡ്രോൺ ആക്സോണിലേക്ക് കൊടുക്കുന്നു. ആക്സോൺ കോശ ശരീരത്തിലേക്കും തുടർന്ന് എങ്ങോട്ടാണ് കൊടുക്കുന്നുണ്ടാവുക? ആക്സോണൈറ്റ്, അടുത്ത ന്യൂറോണിൻ്റെ ആക്സോണൈറ്റ്, അതുപോലെ സിനാപ്റ്റിക് നോബ്. അപ്പോൾ അവിടുന്ന് വീണ്ടും അസറ്റൈൻ കൊളീൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സ്രവിക്കുന്നു. മനസ്സിലായല്ലോ? അതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മസ്തിഷ്കത്തിലെ സിനാപ്സുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ കുറച്ചു ഭാഗം ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് മനുഷ്യ മസ്തിഷ്കത്തെ ഇതര സസ്തനികളുടേതിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രത്യേകതകളെപ്പറ്റി ചർച്ച ചെയ്ത് ധാരണ കൈവരിക്കൂ. നവീന മസ്തിഷ്കം, നമുക്കതിലൊരു നിയോ കോർട്ടെക്സ്, നവീന മസ്തിഷ്കം എന്നുള്ളൊരു കാര്യമാണ് ഇനി പഠിക്കാനുള്ളത്. സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അതായത് സസ്തനികൾ
നമ്മളൊക്കെ സസ്തനികളിലാണ് വരിക. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കോർട്ടെക്സ്, നമ്മുടെ സെറിബ്രം, അതിനൊരു കോർട്ടെക്സ്, ഒരു മെഡുല്ല ഒക്കെ ഉണ്ട്. അതിൽ സെറിബ്രൽ കോർട്ടെക്സ്, പുറമേയുള്ള ഈ സെറിബ്രൽ കോർട്ടെക്സ് എന്നുള്ള ഗ്രേ മാറ്ററാണത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഗ്രേ മാറ്ററാണ്. ആ ഗ്രേ മാറ്റർ എന്താണായിട്ടുള്ളത്? 6 അടുക്കുകളായിട്ട് ഒരു നവീന മസ്തിഷ്കമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരിലാണ് മറ്റു സസ്തനികളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെറിബ്രം അത്രയും 6 അടുക്കുകളായിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ബുദ്ധി, ഭാവന, ചിന്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെറിബ്രം 6 അടുക്കുകളിലുകൊണ്ടാണ് ഇത്രയും നമുക്ക് ബുദ്ധി വരുന്നതും മറ്റ് സസ്തനികളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. മനുഷ്യൻ്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഓരോന്നും മറ്റുള്ളവയുമായി ശരാശരി 7000-ഓളം സിനാപ്സുകൾ സൃഷ്ടിക്കുന്നുണ്ട്. 7000-ഓളം. ചിന്തിക്കുക. തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയോ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച്, തലച്ചോറ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കൂടുകയും, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെസ്സൊക്കെ കൂടുതൽ കളിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിവികാസം സംഭവിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഈ സിനാപ്സുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സയൻസ് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് വിവിധ തരം ന്യൂറോണുകളെ കുറിച്ച് പഠിക്കാം. വിവിധ തരം നാഡീകോശങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണം 2.16 നിരീക്ഷിച്ച് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. 3 തരം ന്യൂറോണുകളാണ്: സംവേദ ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഗ്രാഹി എന്ന് പറയുന്നത്, ഈ ഗ്രാഹിയിൽ നിന്ന് നമ്മുടെ മെസ്സേജുകളെ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുന്ന ന്യൂറോണുകളാണ് സംവേദ ന്യൂറോണുകൾ. അതായത് അവയവങ്ങളിൽ നിന്നും തലച്ചോറിൽ എത്തിക്കുന്നു സംവേദ ന്യൂറോൺ. തിരിച്ച് നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മുടെ അവയവങ്ങളിലേക്ക്, പേശികളിലേക്കും ഗ്രന്ഥികളിലേക്കും മെസ്സേജ് എത്തിക്കുന്ന, ആവേഗം എത്തിക്കുന്ന ന്യൂറോണുകളെ നമ്മൾ പ്രേരക ന്യൂറോണുകൾ എന്ന് പറയുന്നു. ഇതിനിടക്ക് കാണുന്ന ന്യൂറോണുകളാണ് ഇൻ്റർ ന്യൂറോണുകൾ. നമുക്കത് വിശദമായിട്ട് ഇവിടെ എഴുതാനുണ്ട്, നിങ്ങളത് എഴുതുക. സംവേദ ന്യൂറോൺ എന്താണ്? ഒരു അവയവത്തിൽ നിന്നും, ഒരു ഗ്രാഹിയിൽ നിന്നും തലച്ചോറിലേക്കോ സുഷുമ്നയിലേക്കോ ആവേഗങ്ങളെ എത്തിക്കുന്നതാണ് സംവേദ ന്യൂറോൺ. തിരിച്ചു നൽകുന്നതാണ് പ്രേരക ന്യൂറോൺ. ഇതിനിടയിലുള്ള മെസ്സേജുകളെ പാസ് ചെയ്യുന്ന, ആവേഗങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആവേഗങ്ങളെ പ്രവഹിക്കുന്ന ന്യൂറോണുകളാണ് ഇൻ്റർ ന്യൂറോണുകൾ. നാഡികൾ, അപ്പോൾ സമ്മിശ്ര നാഡിവേദന, നാഡികളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്